ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, ഏവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ എടുക്കാൻ പോകുന്നത് ഒരു ക്ലാസ് അല്ല. കഴിഞ്ഞ ക്ലാസ്സിൽ, ഇവിടുത്തെ ഓഫ്ലൈൻ ക്ലാസ്സിൽ ചില കുട്ടികൾ ചില സംശയങ്ങൾ ചോദിച്ചു. ആ സംശയങ്ങൾ ചോദിക്കുകയും അതിന് മറുപടി പറയുകയും ചെയ്തു. അപ്പോൾ എൻ്റെ മനസ്സിലൊരു ചിന്താഗതി വന്നത്, എന്തുകൊണ്ട് അത് എൻ്റെ ഓൺലൈൻ സുഹൃത്തുക്കൾക്കും കൂടി പറഞ്ഞുകൂടാ? അങ്ങനെ അവർ ചോദിച്ച 2-3 സംശയങ്ങളും അതിൻ്റെ മറുപടിയാണ് പറയുന്നത്. ഇതൊരു ക്ലാസ്സായിട്ട് നിങ്ങൾ കൂട്ടണ്ട. അതിൽ ഭരണഘടനാ ഭാഗം പഠിപ്പിച്ചു വന്നപ്പോഴത്തേക്ക് ഞാൻ സംസാരിച്ചു ദ വിശാഖ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ എന്നൊരു കേസിനെ കുറിച്ച് സംസാരിച്ചു. അവിടെയാണ് സംഭവത്തിൻ്റെ തുടക്കം. ഈ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൊച്ചു കുട്ടിയുടെ കരച്ചിൽ കേൾക്കുന്നതായി നിങ്ങൾ ചിലർ പറഞ്ഞിട്ടുണ്ട്. ഈ ക്ലാസ് 2020 തുടങ്ങിയപ്പോൾ ഒരു കുട്ടി ആദ്യം കരഞ്ഞു. അത് മാധവനിപ്പോൾ കുറച്ചുകൂടെ വയസ്സ് കഴിഞ്ഞു പോയി. ഇപ്പോൾ മാധവൻ കരയില്ല. ഇപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് മാധവൻ്റെ ബ്രദർ നാരായണൻ എന്ന് പറയുന്നത് എൻ്റെ മകളുടെ കുട്ടിയാണ്. മകൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ തന്നെ ഉണ്ട്. ഇനി 1 വർഷം കഴിഞ്ഞ് തിരിച്ച് ഡൽഹി പോവും. അതുകൊണ്ട് നാരായണൻ്റെ കരച്ചിലാണ് ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നത്. ചിലർ ചോദിച്ചു, എന്താണ് സാർ കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുന്നത്? ഇപ്പോൾ ക്ലിയറായല്ലോ. ശരി, വിഷയത്തിലേക്ക് തിരിച്ചു വന്നാലെന്താ? അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ദ വിശാഖ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ ഇതായിരുന്നു എൻ്റെ അടുത്ത് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ. ഞാൻ അങ്ങ് പറഞ്ഞു പോയി. ദി വിശാഖ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ ഇതായിരുന്നു കേസ്. ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കുക. ഭരണഘടന പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ദ വിശാഖ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ ആ കേസിനെ കുറിച്ച് ഞാനൊന്ന് സൂചിപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞത്, ഈ കേസാണ് യഥാർത്ഥത്തിൽ പോഷ് ആക്ട് വരാൻ കാരണം. ദ പോഷ് POSH പോഷ്. അപ്പോൾ ഇത് രണ്ടും കുട്ടികൾക്ക് വിശദീകരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇപ്പോൾ വിശദീകരിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ദ വിശാഖ കേസ് എഗൻസ്റ്റ് രാജസ്ഥാൻ ഗവൺമെൻറ്റുമായി വിശാഖ കേസിനെ കുറിച്ച് ഞാൻ സംസാരിച്ചു. ഈ വിശാഖ കേസ് എന്താണെന്ന് പറയാം. രാജസ്ഥാൻ എന്ന് പറയുന്ന സ്റ്റേറ്റ് നമ്മുടെ 28 സ്റ്റേറ്റിൽ ഏറ്റവും വലിപ്പമുള്ളതാണ് രാജസ്ഥാൻ. ഇന്ത്യയുടെ 10% രാജസ്ഥാൻ. അപ്പോൾ വിശാഖ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാനിൽ സംഭവത്തിൻ്റെ തുടക്കം ഇങ്ങനെയാണ്. രാജസ്ഥാനിലെ ഒരു സാമൂഹ്യ പ്രവർത്തക, ഒരു ഓണസ്റ്റ് ലേഡി, അവരുടെ പേരാണ് ഭവൻ വാരി ദേവി. ഇത് പറഞ്ഞാലും മനസ്സിലാവുള്ളൂ. ഇത് ദ പോഷ് നിയമം പറഞ്ഞപ്പോഴത്തേക്കാണ് ഇതൊക്കെ ക്ലാസ്സിൽ സംസാരിച്ചത്. ഭവൻ വാരി ദേവി ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റാണ്. ഇവർ അവരുടെ പ്രദേശങ്ങളിലെ ഭ്രൂണഹത്യക്കെതിരായിട്ടും ശൈശവ വിവാഹത്തിനെതിരായിട്ടും ശക്തിയായി പ്രവർത്തിച്ചു. ഭ്രൂണഹത്യ, പെൺകുട്ടികളാണെങ്കിൽ അതിനെ കൊന്നുകളയുക, ശൈശവ വിവാഹം, ഇവയ്ക്കെതിരായിട്ട് ശക്തിയായി പ്രതികരിച്ചപ്പോൾ ഇതിനെതിരായ ആളുകളുണ്ടാവുമല്ലോ. അവർ ഈ സ്ത്രീയെ വളരെ മോശമായ രീതിയിൽ ഉപദ്രവിച്ചു, പീഡിപ്പിച്ചു. ഇത് ഒരു വലിയ വിവാദമായി തീർന്നു. അങ്ങനെ അവിടുത്തെ സംഘടനകൾ സുപ്രീം കോടതിയിൽ ഒരു പൊതു താൽപ്പര്യ ഹർജി ഫയൽ ചെയ്യുകയും അത് വിചാരണ നടക്കുകയും ചെയ്തു. സുപ്രീം കോടതിയിൽ അന്നത്തെ ചീഫ് ജസ്റ്റിസ് JS വർമ്മ അദ്ദേഹമായിരുന്നു ഈ കേസ് കേട്ടത്. അപ്പോൾ കേസ് കേട്ടപ്പോഴത്തേക്ക് ഒരു സാമൂഹ്യ പ്രവർത്തകയും പൊതുസ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുകയും ചെയ്യുന്ന ഭവൻ വാരി ദേവിക്കുണ്ടായ അനുഭവങ്ങൾ, അത് ആ കേസ് കേട്ടതിന് ശേഷം അദ്ദേഹം വിധി പ്രഖ്യാപിച്ചു. JS വർമ്മയുടെ വിധിയിൽ ആർട്ടിക്കിൾ 14, 19, 21, 14 ഈക്വൽ ജസ്റ്റിസ്, 19 സ്വാതന്ത്ര്യം, 21 ജീവിക്കാനുള്ള അവകാശം, ഇത് നിഷേധിക്കാൻ ആർക്കും കഴിയില്ല എന്ന് ആ വിധിയിൽ വന്നു. ഈ 14, 19, 21 മൗലികാവകാശത്തിൻ്റെ ത്രികോണം എന്ന് പറയുന്നത്. അത് നമുക്കിവിടെ ആവശ്യമില്ല. ഏതായാലും ശരി, ജസ്റ്റിസ് വർമ്മ ഒരു വിധി പ്രഖ്യാപിച്ചു. അതിൽ ജോലി സ്ഥലത്ത് സ്ത്രീകൾക്ക് സുരക്ഷിതമായ അന്തരീക്ഷം ഉറപ്പാക്കണം. അത് തൊഴിലുടമയുടെ ഉത്തരവാദിത്വമാണ്. തൊഴിൽ സ്ഥാപനങ്ങളിൽ സ്ത്രീകളുടെ പരാതികൾ കേൾക്കാനുള്ള സമിതികൾ ഉണ്ടാകണം. അങ്ങനെ
ലൈംഗിക അതിക്രമം തടയുന്നതിന് വിശാഖ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. അതുകൊണ്ടാണ് ഇതിനെ വിശാഖ ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത്. വിശാഖ ഗൈഡ് ലൈൻസ്. വിശാഖ ഒരു സാങ്കല്പിക പേരാണെന്ന് വിചാരിച്ചുകൊണ്ടാൽ മതി, നമ്മളെ നിർഭയ എന്ന് പറഞ്ഞതുപോലെ. അപ്പോൾ ഈ വിശാഖ ഗൈഡ് ലൈൻസ് പുറപ്പെടുവിച്ചത് 1997 1997 വിശാഖ ഗൈഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ജോലിസ്ഥലത്ത് സ്ത്രീകൾക്ക് സുരക്ഷിതമായ അന്തരീക്ഷം ഉറപ്പാക്കണമെന്നും ലൈംഗിക അതിക്രമം തടയണമെന്നുമുള്ള മാർഗനിർദ്ദേശങ്ങളാണ് വിശാഖ ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത്. ഇതാണ് പ്രശ്നം. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾക്ക് മനസ്സിലായിട്ടുണ്ട്, വിശാഖ വേഴ്സസ് രാജസ്ഥാൻ കേസ് തൊഴിൽ സ്ഥലത്തെ ലൈംഗിക അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ അന്നത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് JS വർമ്മ പുറപ്പെടുവിച്ച ഗൈഡ് ലൈൻസാണ് വിശാഖ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ കേസ്. അതുകൊണ്ട് ഈ പ്രശ്നം ഇവിടെ അവസാനിച്ചില്ല. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ 2013 പോഷ് ആക്ട് പാസ്സാക്കി. അപ്പോൾ പോഷ് ആക്ട് എന്താണെന്ന് നോക്കണം, വേണ്ടേ? നോക്കണ്ടേ? ഇത് ഇവിടെ ക്ലാസ്സിൽ ഞാൻ ചക്രവാളി സാർ ക്ലാസ്സിൽ പറഞ്ഞ അതേ കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. നോക്കിക്കോളൂ. ദ പോഷ് ആക്ട്, POSH, പോഷ് ആക്ട്. എന്താണ് ഈ പോഷ് ആക്ട്? പോഷ് ആക്ട് 2013. ഏത് ആക്ട് പറഞ്ഞാലും വർഷം പറയണം. 2013 പോഷ് ആക്ട് വരുന്നത്. ദ പ്രിവെൻഷൻ ഓഫ്, എഴുതിയെടുക്കണേ, the prevention of sexual harassment Act 2013. ഇതിൻ്റെ ചുരുക്കമാണ് പോഷ് ആക്ട്. പ്രിവെൻഷൻ ഓഫ് POയും കിട്ടി. പ്രിവെൻഷൻ ഓഫ് സെക്സ്വൽ ഹറാസ്മെൻറ്റ് ആക്ട്. അപ്പോൾ വാക്കുകളൊക്കെ കിട്ടി. ഹറാസ്മെൻറ്റ് ആക്ട്, പ്രിവെൻഷൻ ഓഫ് സെക്സ്വൽ ഹറാസ്മെൻറ്റ് ആക്ട് 2013 ആക്ട് വരുന്നത്. ഈ ആക്റ്റിൽ തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം തടയൽ നിയമമാണ് പോഷ് ആക്ട്. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കണം, എന്താണോ പോഷ് ആക്ട്? അത് ഞാൻ പോഷിൻ്റെ ഫുൾ ഫോം ചോദിച്ചു. അപ്പോൾ നിങ്ങൾ പറഞ്ഞു, സാർ ദ പ്രിവെൻഷൻ ഓഫ് സെക്സ്വൽ ഹറാസ്മെൻറ്റ് ആക്ട് 2013 എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ എന്താണോ ആക്ട്? സാർ അത് തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് എതിരെയുള്ള അതിക്രമം തടയാനുള്ള നിയമമാണ് എന്ന് നിങ്ങൾ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ യഥാർത്ഥത്തിൽ ദ വിശാഖ കേസസ് ഓഫ് രാജസ്ഥാനും പോഷ് ആക്റ്റും തമ്മിൽ കണക്റ്റഡാണ്. 2013 സ്ത്രീകൾക്കെതിരായിട്ടുള്ള ലൈംഗിക അതിക്രമം തടയുന്നതിനാണ് ഈ രണ്ട് കാര്യങ്ങളും പറഞ്ഞതെന്ന് നിങ്ങൾ ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. മറ്റേ ഒരു കാര്യം കൂടി ഞാൻ പറയും, ഇവിടുത്തെ പറഞ്ഞ് അവസാനിപ്പിച്ച് കളയാം. സുപ്രീം കോടതി നിലവിൽ വന്നത് 1950 ജനുവരി 26 ന്യൂഡൽഹിയാണ് അതിൻ്റെ ആസ്ഥാനം. സുപ്രീം കോടതിയിൽ ഇപ്പോൾ 37 ജഡ്ജിമാരും ഒരു ചീഫ് ജസ്റ്റിസും ഉൾപ്പെടെ 38 ജഡ്ജിമാരാണ് ഉള്ളതെന്ന് എൻ്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ഈ ക്ലാസ്സിൽ പറഞ്ഞ കാര്യം ഞാൻ അതേപോലെ പറയുകയാണ്, യാതൊരു വിധമായ മാറ്റമില്ലാതെ. എൻ്റെ മുൻപിൽ ഇപ്പോൾ കുട്ടികളില്ലെങ്കിലും ഞാൻ എൻ്റെ ക്ലാസ്സിനകത്ത് നിറഞ്ഞിരിക്കുന്ന കുട്ടികളുടെ മുഖത്ത് നോക്കി സംസാരിക്കുന്ന രീതിയിലാണ് ഞാൻ നിങ്ങളടുത്ത് സംസാരിക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് ഞാൻ 1-2 കാര്യങ്ങളൂടെ ഒരിടത്ത് പറഞ്ഞു. ബർവാരി കേസ് 1960 ബർവാരി ഒരു സ്ഥലത്തിൻ്റെ പേരാണ്. ബർവാരി കേസിലാണ് ആമുഖം ഭരണഘടനയുടെ ഭാഗം അല്ല എന്ന് വിധിച്ചതാണ് 1960 ബർവാരി കേസ്. എന്നാൽ 1973 കേശവാനന്ദ ഭാരതി കേസ്, ആ കേസിൽ ആമുഖം ഭരണഘടനയുടെ ഭാഗമാണെന്ന് സുപ്രീം കോടതി വിധിച്ചു. ഇത് ചുമ്മാ ഞാൻ രണ്ടും കൂടെ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ബർവാരി കേസ് 1960, കേശവാനന്ദ ഭാരതി കേസ് 1973 ഓർമ്മിച്ച് വെച്ചേക്കുക. ഇത് വന്നപ്പോഴത്തേക്കാണ് നിർഭയ കേസ് ഉണ്ടാകുന്നത് 2012. നിർഭയ കേസ് ഒരു വിദ്യാർത്ഥിനി കുട്ടിയുടെ സുഹൃത്തുമൊത്ത് ബസ് കാത്ത് നിന്നപ്പോൾ അവർ സാധാരണ പോണ ബസ്സാണെന്ന് കരുതി അവർ വന്ന വണ്ടിയിൽ കയറി. ആ വണ്ടിയിൽ 6-7 പേര് ക്രൂരന്മാരായ ആളുകളായിരുന്നു. അവർ ഈ പെൺകുട്ടിയെ ഉപദ്രവിക്കുകയും പെൺകുട്ടി അവസാനം മരിക്കുകയും ചെയ്തു. ഈ കേസ് സുപ്രീം കോടതിയിൽ വന്നു.
സുപ്രീം കോടതി വന്നപ്പോഴത്തേക്ക് ഈ കേസിന് പേര് തന്നെ ഇട്ടു നിർഭയ കേസ്. 2013 നിർഭയ കേസിന് 2013 മാർഗനിർദ്ദേശം നടത്തി സുപ്രീം കോടതി. ഈ നിർഭയ കേസിൽ അതിൻ്റെ ഡ്രൈവർ തീഹാർ ജയിലിൽ ആത്മഹത്യ ചെയ്തു. 4 പേരെ തൂക്കിക്കൊന്നു. നിർഭയ കേസ് വളരെ പ്രസിദ്ധമാണ്. ഇതെല്ലാം കണക്റ്റഡാണ്. 2013 നിർഭയ കേസിലെ മാർഗനിർദ്ദേശം സുപ്രീം കോടതി പുറത്തേക്ക് വിട്ടതെന്ന് എൻ്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കണം. ചക്രവാണി സാർ ഈ പറയുന്നത് കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ ഞാൻ സംസാരിച്ച അതേ കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയുകയാണ്. പിന്നീട് ഞാൻ സംസാരിച്ചത് എന്താണെന്ന് വെച്ചാൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം 1986, അതായത് കോപ്ര, COPRA, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986. 1986 ആ നിയമം പാസ്സാക്കുന്നത് ഡിസംബർ 24 ഡിസംബർ 24 ദേശീയ ഉപഭോക്തൃ ദിനമാണെന്ന് മനസ്സിലാക്കി വെച്ചേക്കണം. 1986 ഡിസംബർ 24 ഈ നിയമം വരുന്നത്. ഉപഭോക്തൃ സംരക്ഷണ നിയമം, അതായത് COPRA. ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ നിയമം കൊണ്ടുവന്നത് മനസ്സിലാക്കി വെച്ചേക്കുക. ഈ നിയമം അനുസരിച്ച് കോപ്ര നിയമം 1986 അനുസരിച്ച് സുരക്ഷിതമായിരിക്കാനുള്ള അവകാശം മനുഷ്യനുണ്ട്. സുരക്ഷിതമായിരിക്കാനുള്ളത്, അപകടങ്ങൾ ഉണ്ടാകുന്ന കാര്യങ്ങളിൽ മനുഷ്യന് മുന്നറിയിപ്പ് കൊടുക്കാനും മറ്റും സുരക്ഷിതമായിരിക്കാനുള്ള അവകാശം ഉപഭോക്താവിനുണ്ട്. 2 വിവരങ്ങൾ അറിയാനുള്ള അവകാശമുണ്ട്, തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട്, പരാതിപ്പെടാനുള്ള അവകാശമുണ്ട്, ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശമുണ്ട്, ഉപഭോക്തൃ വിദ്യാഭ്യാസത്തിനുള്ള അവകാശമുണ്ട്. ഞാൻ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റുകൾ PSC പരീക്ഷയ്ക്ക് സ്റ്റേറ്റ്മെൻറ്റായി ചോദിച്ചിട്ട് ഇതിൽ ബാധകമല്ലാത്തത് ഏത് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചു. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റുകൾ ഇതായിരുന്നു. ഉപഭോക്താക്കളുടെ കൺസ്യൂമേഴ്സിൻ്റെ അവകാശങ്ങൾ എന്തൊക്കെയാണ്? 1, സുരക്ഷിതമായിരിക്കാനുള്ള അവകാശം, ജീവനും സ്വത്തിനും അപകടകരമായ കാര്യങ്ങളിൽ നിന്നും സുരക്ഷിതമായിരിക്കാനുള്ള അവകാശം ഉപഭോക്താവിനുണ്ട്. തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട്, പരാതിപ്പെടാനുള്ള അവകാശമുണ്ട്, അതുപോലെ തന്നെ ചൂഷണത്തിനെതിരായി പ്രതികരിക്കാനുള്ള അവകാശം ഉപഭോക്താവിനുണ്ട്. ഉപഭോക്തൃ വിദ്യാഭ്യാസം നേടാനുള്ള അവകാശം ഉപഭോക്താവിനുണ്ട്. ഇത് PSC പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. അപ്പോൾ ഉപഭോക്തൃ സംരക്ഷണ നിയമം, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986, അത് പ്രത്യേകിച്ച് മനസ്സിലാക്കണം. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986. ഈ നിയമത്തെ യഥാർത്ഥത്തിൽ അവഗണിച്ചുകൊണ്ട് 2019 ഇതിനൊരു പുതിയ നിയമം വന്നു. ഇപ്പോൾ 2019 നിയമമാണ് നമുക്കുള്ളത്. ഉപഭോക്തൃ സംരക്ഷണ നിയമം 1986, 2019. 2019 നിയമമാണ് ഇപ്പോൾ നിലവിലിരിക്കുന്നത്. അൺഫെയർ ആയിട്ടുള്ള കച്ചവടങ്ങൾ, ന്യായമല്ലാത്ത കച്ചവടങ്ങൾ, അതുപോലെ തന്നെ ഉപഭോക്താവിൻ്റെ പരാതികൾ പെട്ടെന്ന് പരിഹരിക്കുക, അറ്റ് ദ ഏർലിയസ്റ്റ് കൺസ്യൂമർ റിഡ്രസൽ പരിപാടികൾ നടപ്പിലാക്കുക. ഇതാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ നിയമം. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 ഡിസംബർ 24 ദേശീയ ഉപഭോക്തൃ ദിനം. അതിനോടനുബന്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൽ ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കുകയാണ്. അത് മനസ്സിലാക്കി വെച്ചേക്കുക. ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതുണ്ട്. അത് PSCക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഇവിടെ ക്ലാസ് എടുക്കുന്നത് ഇതേപോലെയാണെന്ന് എല്ലാവരും മനസ്സിലാക്കി വെച്ചേക്കുക. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ചക്രവാണി സാർ ക്ലാസ് നിൽക്കുമ്പോൾ സംസാരിക്കുകയാണ്. ഇവിടെ ഈ ഉപഭോക്താവിന് അവനെ ഇതിൻ്റെ ഉൽപ്പാദകർ അല്ലെങ്കിൽ വിൽപ്പനക്കാർ പറ്റിക്കുകയാണെങ്കിൽ അവർക്ക് കേസ് ഫയൽ ചെയ്യാം. അതിന് ജില്ലാതലത്തിലാണെങ്കിൽ 50 ലക്ഷം രൂപ വരെ മൂല്യമുള്ള വസ്തുക്കളുടെയും സേവനങ്ങളുടെയും പേരിൽ കേസ് ഫയൽ ചെയ്യാം. അപ്പോൾ ജില്ലാതലത്തിൽ ഡിസ്ട്രിക്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അനുസരിച്ച് എത്ര ലക്ഷം രൂപ വരെ ചരക്ക് സേവനങ്ങൾക്ക് മൂല്യമുള്ള കേസുകൾ ഫയൽ ചെയ്യാം. ഇപ്പം ഞാൻ ഒരു സാധനം വാങ്ങിച്ചു 49 ലക്ഷം രൂപയ്ക്ക്, പറഞ്ഞതുപോലെയൊന്നും അത് പ്രവർത്തിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് ജില്ലാ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഫോറത്തിൽ കേസ് ഫയൽ ചെയ്യാം. 50 ലക്ഷം വരെയുള്ള മൂല്യമുള്ള കേസുകൾ അല്ലെങ്കിൽ വിലയുള്ള കേസുകൾ ജില്ലാ ഉപഭോക്തൃ പരിഹാര കേന്ദ്രത്തിൽ എനിക്ക് ഫയൽ ചെയ്യാം.
എന്നാൽ 50 ലക്ഷം മുതൽ 2 കോടി വരെ 50 lakh ടു LAKH 2 crores ഇത് സ്റ്റേറ്റിലാണ്. സംസ്ഥാന ഉപഭോക്തൃ കോടതിയിൽ 50 ലക്ഷം മുതൽ 2 കോടി രൂപ വരെ 2 crores വരെയുള്ള മൂല്യമുള്ള വസ്തുക്കളുടെയും സേവനങ്ങളുടെയും കേസ് നിങ്ങൾക്ക് ഫയൽ ചെയ്യാം. അപ്പോൾ 50 ലക്ഷം വരെ ജില്ലാ കോടതിയിൽ. എന്താണ് 50 ലക്ഷം? നിങ്ങൾ വാങ്ങുന്ന വസ്തുവിന് 50 ലക്ഷം രൂപയ്ക്കകത്ത് മൂല്യമുള്ള കേസുകൾ. സ്റ്റേറ്റിലാണെങ്കിൽ 50 ലക്ഷം മുതൽ 2 കോടി വരെ മൂല്യമുള്ള സാധനങ്ങളുടെയും സേവനങ്ങളുടെയും സംബന്ധിച്ച കേസുകൾ ഫയൽ ചെയ്യാം. ദേശീയ തലത്തിൽ 2 കോടിക്ക് മുകളിൽ ഉള്ള കേസുകൾ ഫയൽ ചെയ്യാം. നിങ്ങൾ 2 കോടി രൂപയ്ക്ക് 3 കോടിക്കൊരു പിന്നെ സാധനം വാങ്ങിയെന്ന് വിചാരിക്കുക. ഒരു അത്യന്താധുനിക മെഷീൻ നിങ്ങൾ 3 കോടിക്ക് വാങ്ങിച്ചു. 3 കോടിക്ക് വാങ്ങിച്ചാൽ ആ കേസ് എവിടെ നിന്ന് വാങ്ങിയാലും ദേശീയ തർക്ക പരിഹാര കോടതിയിൽ വേണം അതിൻ്റെ കേസ് ഫയൽ ചെയ്യാൻ. ഇത് ഞാൻ പറഞ്ഞത് സന്ദർഭവശാലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഡിസംബർ 24 ദേശീയ ഉപഭോക്തൃ ദിനം. അതേപോലെ തന്നെ മാർച്ച് 15 ലോക ഉപഭോക്തൃ ദിനം. മാർച്ച് 15 ലോക ഉപഭോക്തൃ ദിനമാണെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. 1986 പറഞ്ഞപ്പോഴത്തേക്ക് 1986 എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് പരിസ്ഥിതി സംരക്ഷണ നിയമം വരുന്നത് 1986 എൻ്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കി വയ്ക്കണം. ഇത് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അടുത്തത് പോക്സോ നിയമത്തെ സംബന്ധിച്ച് ഒരു ചെറിയ കാര്യം ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യേണ്ടി വന്നു. ദ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് 2012 പോക്സോ നിയമം 2012. പോക്സോയുടെ ഫുൾ ഫോം ദ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് 2012. അതാണ് അവിടെ സംസാരിച്ചത്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ കേസാണ് ഇവിടെ കൈകാര്യം ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതിലൊരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിടത്താണ് പ്രശ്നം വന്നത്. അതേ പോക്സോ കേസ് കോടതിയിൽ വിചാരണയ്ക്കെടുത്താൽ എത്ര കാലത്തിനകത്ത് അതിൻ്റെ വിചാരണ തീർത്തിരിക്കണം, തീർപ്പ് കൽപ്പിക്കണം? 6 മാസം, 3 മാസം, 1 വർഷം, 2 വർഷം. പറയടോ, പോക്സോ കേസ് കോടതി കേസ് വിചാരണ തുടങ്ങി, അത് തീർപ്പ് കൽപ്പിക്കേണ്ടത് 1 വർഷത്തിനകത്താണ്. അപ്പോൾ ഉത്തരം 1 വർഷമാണ്. 1 വർഷത്തിനകത്ത് കേസ് തീർക്കണം. ഇത് ആ ക്ലാസ്സിൽ സംസാരിച്ച കാര്യം ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുകയാണ്. മറ്റൊരു കാര്യം സംസാരിച്ചപ്പോഴത്തേക്ക് 1941 ജപ്പാൻ അമേരിക്കയുടെ പേൾ ഹാർബർ ആക്രമിച്ചത് 41 കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് കൊച്ചി രാജ്യപ്രജാമണ്ഡലം രൂപീകരിച്ചത് 1941 എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ വന്നത്, കൊച്ചി രാജ്യപ്രജാമണ്ഡലത്തിൻ്റെ സെക്രട്ടറി ആര്, പ്രസിഡൻ്റ് ആര്? ഞാൻ പെട്ടെന്ന് എനിക്കൊരു ആശയക്കുഴപ്പം വന്നു. കൊച്ചി രാജ്യപ്രജാമണ്ഡലം ഉത്തരവാദ ഭരണം നേടുന്നതിന് വേണ്ടി ഉണ്ടാക്കിയതാണ് കൊച്ചി രാജ്യപ്രജാമണ്ഡലം. അതിന് നേതൃത്വം കൊടുത്തത് നീലകണ്ഠ അയ്യരായിരുന്നു പ്രസിഡൻറ്റ്. VR കൃഷ്ണയ്യരായിരുന്നു സെക്രട്ടറി. ആ സെക്രട്ടറിയും പ്രസിഡൻറ്റും പറഞ്ഞപ്പോഴത്തേക്ക് ഒരു ആശയക്കുഴപ്പമുണ്ടായി. അതുകൊണ്ടാണ് ഈ ആശയക്കുഴപ്പം നിങ്ങൾക്കുണ്ടോ എന്നറിയാൻ വേണ്ടി ഞാൻ പറയുന്നത്. 1941 കൊച്ചി രാജ്യപ്രജാമണ്ഡലത്തിന് സമാനമായി തിരുവിതാംകൂറിൽ വന്ന ഒരു പ്രസ്ഥാനമാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്. ഉത്തരവാദ ഭരണം നേടുന്നതിന് വേണ്ടി, റെസ്പോൺസിബിൾ ഗവൺമെൻറ് നേടുന്നതിന് വേണ്ടിയിട്ട് 1938 തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന് നേതൃത്വം കൊടുത്തത് പട്ടം എ താണുപിള്ള. കേരളത്തിലെ 2ാമത്തെ മുഖ്യമന്ത്രിയാണ് പട്ടം എ താണുപിള്ള. ആ മന്ത്രിസഭയിലെ ഉപമുഖ്യമന്ത്രിയായിരുന്നു R ശങ്കർ. 1938 തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ സെക്രട്ടറി ആയിരുന്നു PS നടരാജപിള്ള. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് തിരുക്കൊച്ചി സംയോജനം 1949 ജൂലൈ 1. തിരുക്കൊച്ചിയോട് മലബാർ ചേർന്നത് 1956 നവംബർ 1. എന്നാൽ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26. ഭരണഘടനയെ അംഗീകരിച്ചത് 1949 നവംബർ 26. റിസർവ് ബാങ്ക് നാഷണലൈസ് ചെയ്ത് 1949 ജനുവരി 1. ചൈന ജനകീയ റിപ്പബ്ലിക്കായത് 1949 ഒക്ടോബർ 1. ഇതും
ഞാൻ ക്ലാസ്സിൽ സംസാരിച്ച വിഷയമാണെന്ന് എൻ്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കി വച്ചേക്കുക. മറ്റൊരു സന്ദർഭത്തിൽ ക്ലാസ്സിൽ എഴുത്തച്ഛൻ പുരസ്കാരത്തെക്കുറിച്ച് സംസാരിച്ചു. നമ്മുടെ ഭാഷയുടെ പിതാവാണ് എഴുത്തച്ഛൻ എന്നെല്ലാവർക്കും അറിയാം. 1993 മുതലാണ് എഴുത്തച്ഛൻ പുരസ്കാരം കൊടുത്തു തുടങ്ങിയത്. ആ എഴുത്തച്ഛൻ പുരസ്കാരം കൊടുത്തു തുടങ്ങിയത് ആദ്യം കിട്ടിയത് ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്കാണ്. 1990 മുതൽ 5 ലക്ഷം രൂപയാണ് സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കുന്ന ഏറ്റവും വലിയ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം എന്ന് ഓർമ്മിച്ച് വെച്ചേക്കുക. ആ ക്വസ്റ്റ്യൻ പൂർണ്ണമായി ഡിസ്കസ് ചെയ്തില്ല. എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ അവസാനം കൊടുത്തത് 33ാമത്തെ അവാർഡാണ് കൊടുത്തത്. ഈ 33 അവാർഡും ഓർഡറിൽ പഠിക്കുക എന്നുള്ളത് ഇറ്റ് ഈസ് നോട്ട് അറ്റ് ആൾ പോസിബിൾ. ഐ തിങ്ക് സോ. അത് ചോദിച്ചത് കുറച്ച് എഴുത്തച്ഛൻ പുരസ്കാര ജേതാക്കളുടെ പേര് ഓർഡറിൽ എഴുതാനാണ് ചോദിച്ചത്. ആ ക്വസ്റ്റ്യൻ 33 എണ്ണവും വർഷം അനുസരിച്ച് പഠിക്കുന്നവർക്ക് എഴുതാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആ ക്വസ്റ്റ്യൻ വിട്ടുകളയാനേ പറ്റുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് ബുദ്ധി കുറവാണെന്ന് വിചാരിച്ചുള്ളൂ. നിങ്ങൾക്ക് പറ്റുമോ? ചോദിച്ചത് ഈ 33 അവാർഡുകൾ കൊടുത്തപ്പോഴത്തേക്ക് ആ അവാർഡുകളുടെ ഓർഡറാണ് ചോദിച്ചത്. ഇങ്ങനെയാണ് ചോദിച്ചത്: പുതുശ്ശേരി രാമചന്ദ്രൻ, സുകുമാർ അഴീക്കോട്, മാധവിക്കുട്ടി, കോവിലൻ, എം ലീലാവതി, എം കെ സാനു, എം ടി വാസുദേവൻ നായർ, സുഗതകുമാരി, കെ ജി ശങ്കരപ്പിള്ള. ഇതിൻ്റെ ഓർഡർ എഴുതാനാണ്. ആദ്യം കിട്ടിയ ആളിന് ആദ്യത്തെ എഴുതണം. ഏത് വരിയാണ് ശരി? അപ്പോൾ ഇതിന് ശരിയായിട്ട് വന്നിരിക്കുന്നത് കോവിലൻ, എം ലീലാവതി, എം കെ സാനു. 33 പേരെയും പഠിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ 33 പേരെയും 1993 മുതൽ 2025 33ാമത്തെ അവാർഡ് കിട്ടിയ കെ ജി ശങ്കരപ്പിള്ള വരെ ഓർഡറായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിക്ക് എഴുതാൻ പറ്റുള്ളൂ. ഈ ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയവൻ മാനസിക രോഗിയാണ്, സംശയം വേണ്ട. ഈ PSCക്ക് പഠിക്കുന്ന കുട്ടിയെ എങ്ങനെ ഹറാസ് ചെയ്യാം? നിങ്ങൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയാലും 100 ക്വസ്റ്റ്യനിൽ 10 ക്വസ്റ്റ്യൻ ശരിയായിട്ട് എഴുതുന്നവർക്ക് ജോലി കിട്ടുമല്ലോ. കാരണം എല്ലാവർക്കും പാടായിരുന്നു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയ ആൾ മനസ്സിലാക്കുന്നില്ല. അയാളെ മകനോ മകളോ ആണ് ഈ ക്വസ്റ്റ്യൻ ഉത്തരം എഴുതാൻ പറ്റുമോ? അയാൾക്ക് എഴുതാൻ പറ്റുമോ? ഞാൻ ആ ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയ ആളോ എന്ന് പറയട്ടെ. അയാൾ ഈ 33 പേരുടെയും ഓർഡർ അനുസരിച്ച് സംസാരിക്കട്ടെ. അപ്പോൾ ഒരു ദുരുദ്ദേശത്തോടെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ ആർക്കും കഴിയും. PSCയെ സംബന്ധിച്ചിടത്തോളം PSCയെ നിയന്ത്രിക്കുന്നത് ആരാണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ സമൂഹത്തിൽ വന്നിട്ടുണ്ട്. PSCയെ നിയന്ത്രിക്കുന്നത് ചില ദുഷ്ടശക്തികൾ പറയുകയാണ് ഇത് നിയന്ത്രിക്കുന്നത് കോച്ചിങ് സെൻറ്ററുകളാണ്. PSCയെ നിലനിർത്തുന്ന കോച്ചിങ് സെൻറ്ററുകളാണ്. തെറ്റാണോ ശരിയാണോ എന്ന് സമൂഹം ചിന്തിക്കണം. നോട്ടിഫിക്കേഷൻ ആവശ്യത്തിനും ആവശ്യമല്ലാതെയും അനവസരത്തിന് നോട്ടിഫിക്കേഷൻ ഇറക്കുന്നത് ഈ കോച്ചിങ് സെൻറ്റേഴ്സിൻ്റെ ഭീമമായ സാമ്പത്തിക സ്രോതസ് കൊണ്ടാണ് എന്ന് ചിലർ പറയുന്നു. ഞാൻ വിശ്വസിക്കുന്നില്ല. ചിലരൊക്കെ ആളുകൾ ഇങ്ങനെയാണ് പറയുന്നത്. അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ അതിനെ PSC കണ്ണിക്കണം. ഇതൊരു ഭരണഘടനാ സ്ഥാപനമാണ്. അവർ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. അത് ശ്രദ്ധിക്കുക തന്നെ വേണം. ആവശ്യത്തിന് മാത്രമേ PSC നോട്ടിഫിക്കേഷൻ നടത്താവൂ. നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N ഷംസുദ്ദീൻ പറഞ്ഞത് 100% ഞാൻ അദ്ദേഹത്തോട് യോജിക്കുകയാണ്. ആവശ്യമുള്ളിടത്ത് മാത്രമേ നോട്ടിഫിക്കേഷൻ ഇടാവൂ. ഒരു പരീക്ഷ കഴിഞ്ഞു, ആ പരീക്ഷയുടെ പോസ്റ്റിംഗ് തുടങ്ങിയില്ല, ഉടനെ തന്നെ അതിൻ്റെ തന്നെ 2ാമത്തെ പരീക്ഷ നടത്തുകയാണ്. കാരണം ഈ കോച്ചിങ് സെൻറ്റേഴ്സിൻ്റെ പ്രേരണ കൊണ്ടാണോ ഇങ്ങനെ ഇടുന്നത്? ഇവർക്ക് ഈ സ്ഥാപനം സ്ഥിരമായി നിലനിർത്തണമെങ്കിൽ കോടിക്കണക്കിന് രൂപ കുട്ടികളിൽ നിന്ന് ഊറ്റിയെടുക്കണമെങ്കിൽ, അവർ രക്തം പിഴിഞ്ഞെടുക്കണമെങ്കിൽ അടിക്കടി ആവശ്യമില്ലാതെ നോട്ടിഫിക്കേഷൻ ഇറങ്ങണം. ഇത് സർക്കാർ ഗൗരവമായി ചിന്തിക്കണം. ഇതിനൊന്ന് ഉടച്ചു വാർക്കണം. PSCയെ ഉടച്ചു വാർക്കണം. PSCയുടെ ആൻസർ ഷീറ്റ് എല്ലാവർക്കും തിരിച്ചു കൊടുക്കണം. അപ്പോൾ സുതാര്യതയായി. ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത് മാനസിക രോഗികളുടെ കയ്യിൽ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ കൊടുക്കരുത്. എന്തെല്ലാം ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം. ഇവിടെ നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരാം. 1993 ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചതെന്ന് പറഞ്ഞു. 33ാമത്തെ അവാർഡ് കിട്ടിയത് കെ ജി ശങ്കരപ്പിള്ളയ്ക്കാണ്. എന്നാൽ 32ാമത് കിട്ടിയത് NS മാധവനാണ്. 32ാമത്തെ എഴുത്തച്ഛൻ പുരസ്കാരം NS മാധവനാണ് ലഭിച്ചത്. NS മാധവൻ്റെ ഒരു കൃതിയാണ് ലന്തൻ ബത്തേരിയിലെ ലുത്തിനിയകൾ. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ലത്തൻ ബത്തേരിയിലെ ലുത്തിനിയകൾ. പേര് കേട്ടപ്പോൾ തന്നെ ഒരു പ്രശ്നമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെക്കുറിച്ച് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വന്നു. ഈ ലന്തൻ ബത്തേരി എന്ന് പറയുന്നത് വേമ്പനാട്ട് കായലിലുള്ള ഒരു ചെറിയ ദ്വീപാണെന്ന് മനസ്സിലാക്കി വച്ചേക്കുക.
ലന്തൻ ബത്തേരി. ലണ്ടൻ ബത്തേരി ഒരു ചെറിയ ദ്വീപാണ്. ആ ലന്തൻ ബത്തേരി പോർച്ചുഗീസുകാരുടെ കയ്യിലായിരുന്നു. പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും അത് ഡച്ചുകാർ പിടിച്ചെടുത്തു. ലന്തക്കാർ എന്ന് പറയുന്നത് ഡച്ചുകാരാണ്. ലന്തക്കാർ ഡച്ചുകാർ. ഡച്ചുകാരുടെ കയ്യിൽ നിന്നും ലന്തക്കാർ എന്ന ഡച്ചുകാർ പിടിച്ചെടുത്ത് അവിടെ 5 പീരങ്കികൾ സ്ഥാപിച്ചു. 5 പീരങ്കികൾ സ്ഥാപിച്ചു. അതാണ് അതിൻ്റെ ചരിത്രമൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. ലുത്തിനിയ എന്ന് പറഞ്ഞ പ്രാർത്ഥനാ നിയമമാണ് ലുത്തിനിയ. അപ്പോൾ പ്രാർത്ഥനാ നിയമമാണ് ലുത്തിനിയ. ലത്തൻ ബത്തേരി എന്ന് പറയുന്നത് ഒരു സ്ഥലത്തിൻ്റെ പേരാണ്. അത് വേമ്പനാട്ട് കായലിലുള്ള ഒരു ചെറിയ ദ്വീപാണെന്ന് മനസ്സിലാക്കുക. പോർച്ചുഗീസുകാർക്ക് ശേഷം ഡച്ചുകാർ ഇത് പിടിച്ചെടുത്ത കഥയും അതുമായി ബന്ധപ്പെട്ടതാണ് ലന്തൻ ബത്തേരിയയിലെ ലുത്തിനിയകൾ എന്ന NS മാധവൻ്റെ കഥയെന്ന് എൻ്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കണം. NS മാധവൻ്റെ മറ്റ് കഥകൾ ഹ്യൂഗിറ്റ പരീക്ഷയ്ക്ക് ചോദിക്കുക. വൻമരങ്ങൾ വീഴുമ്പോൾ PSCക്ക് ചോദിച്ചു. NS മാധവൻ്റെ വൻമരങ്ങൾ വീഴുമ്പോൾ എന്ന കഥ ഇന്ദിരാഗാന്ധിയുടെ പതനത്തെക്കുറിച്ചാണ്. ഇന്ദിരാഗാന്ധി 1984 ഒക്ടോബർ 31 പ്രധാനമന്ത്രിയായിരിക്കെ അവരുടെ അംഗരക്ഷകർ ബിയാൻ സിംഗും സദ്വന്ത് സിംഗും AK-47 തോക്കുപയോഗിച്ച് അവരുടെ ജീവിതം അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. ബിയാൻ സിംഗിനെ അവിടെ വെച്ച് തന്നെ വെടിവെച്ച് കൊന്നു. സദ്വന്ത് സിംഗിനെ പിന്നീട് തൂക്കി കൊന്നു. സദ്വന്ത് സിംഗിൻ്റെ ഭാര്യ പാർലമെൻറ്റിലേക്ക് മത്സരിച്ച് വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. രാജ്യസ്നേഹിയുടെ ഭാര്യയാണെന്ന് പറഞ്ഞ് ജയിച്ച ചരിത്രവും ഇന്ത്യയിലുണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കേണ്ടതാണ്. വൻമരങ്ങൾ വീഴുമ്പോൾ NS മാധവൻ്റെ കൃതിയാണ്. ആ കൃതിയിൽ ഇന്ദിരാഗാന്ധിയുടെ പതനത്തെക്കുറിച്ചാണ് പറയുന്നതെന്ന് മനസ്സിലാക്കി വയ്ക്കേണ്ടതുണ്ട്. അടുത്തത് ചൂളൈമേടിലെ ശവങ്ങൾ, അദ്ദേഹത്തിൻ്റെ വേറൊരു കൃതിയാണ്. ചൂളൈമേടിലെ ശവങ്ങൾ അദ്ദേഹത്തിൻ്റെ മറ്റൊരു കൃതിയാണ്. തിരുത്ത് അദ്ദേഹത്തിൻ്റെ വേറൊരു കൃതിയാണെന്ന് മനസ്സിലാക്കി വയ്ക്കേണ്ടതുണ്ട്. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചതുകൊണ്ട് മാത്രം ഞാനിവിടെ സംസാരിച്ചതാണ്. മറ്റൊരു ക്വസ്റ്റ്യൻ സംസാരിച്ചത് കേസരി ബാലകൃഷ്ണപിള്ള. അദ്ദേഹത്തെയാണ് കേരളത്തിലെ സോക്രട്ടീസ് എന്നറിയപ്പെടുന്നത്. സോക്രട്ടീസ് എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് ചിന്തകനാണ് സോക്രട്ടീസ്. സോക്രട്ടീസാണ് ഹെംലോക്ക് വൃക്ഷത്തിൻ്റെ കറ കഴിച്ചു മരിച്ചത്. സോക്രട്ടീസ് ജനങ്ങളെ ചോദ്യം ചെയ്യാൻ പഠിപ്പിച്ചതിനാണ് സോക്രട്ടീസ് അവസാനം വിഷം കഴിച്ച് മരിക്കേണ്ടി വന്നതെന്ന് ഓർമ്മിച്ച് വെച്ചേക്കുക. അപ്പോൾ കേസരി ബാലകൃഷ്ണപിള്ള അദ്ദേഹം പത്രാധിപരായിരുന്ന എഡിറ്ററായിരുന്ന പത്രങ്ങളാണ് സമദർശിനി, പ്രബോധകൻ. അതാണ് പരീക്ഷയ്ക്ക് ചോദിച്ചത്. സമദർശിനി, പ്രബോധകൻ. കേസരി എന്നൊരു പത്രം തന്നെയുണ്ട്. അതുകൊണ്ടാണ് കേസരി ബാലകൃഷ്ണപിള്ള എന്ന് പറഞ്ഞത്. മിതവാദി കൃഷ്ണൻ, മിതവാദി എന്ന് പറഞ്ഞ പത്രമുള്ളതുകൊണ്ടാണ്. മിതവാദി പത്രം ആരംഭിച്ചത് മൂർക്കോത്ത് കുമാരനാണ്. എന്നാൽ അത് കോഴിക്കോട് നിന്ന് ആരംഭിച്ചത് C. കൃഷ്ണനാണ്. C. കൃഷ്ണനാണ് 1917 തളി ക്ഷേത്ര സമരം ഉദ്ഘാടനം ചെയ്തത്. അവിടെയാണ് രേവതി പട്ടത്താനം നടക്കുന്നത്. തളി ക്ഷേത്രം കോഴിക്കോടാണെന്ന് എൻ്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കി വയ്ക്കേണ്ടതുണ്ട്. ആ തളി ക്ഷേത്ര സമരം ഉദ്ഘാടനം ചെയ്തത് C. കൃഷ്ണനാണ്. അതവിടെ നിൽക്കട്ടെ. അതുപോലെ തന്നെ 1924 അൽ അമീൻ പത്രം ആരംഭിച്ചത് മുഹമ്മദ് അബ്ദുൾ റഹ്മാനാണ്. KPCCയുടെ പ്രസിഡൻ്റായിരുന്ന ആൾ. അതേപോലെ തന്നെ അദ്ദേഹം മയിലിനെ വളർത്തിയ ദേശീയ നേതാവാണ് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ. കേരളത്തിലെ സുഭാഷ് ചന്ദ്രബോസ് എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നു. മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ ഓർമ്മിച്ച് വെച്ചേക്കുക. കോമൺവെൽത്തും ന്യൂ ഇന്ത്യയും ആനി ബെസന്റിൻ്റെ പ്രസിദ്ധീകരണങ്ങളാണെന്ന് മനസ്സിലാക്കി വയ്ക്കേണ്ടതുണ്ട്. അൽ ഹിലാൽ അൽ ബലാഗ്. അൽ ഹിലാൽ അൽ ബലാഗ് മൗലാന അബുൽ കലാം ആസാദിൻ്റെ പത്രങ്ങളാണെന്നും മൗലാന അബുൽ കലാം ആസാദ് ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണെന്നും 1940 മുതൽ 46 വരെ INC പ്രസിഡൻ്റായിരുന്നുവെന്നും ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുമ്പോൾ INC പ്രസിഡന്റ് മൗലാന അബുൽ കലാം ആസാദ് അദ്ദേഹം ജനിച്ചത് സൗദി അറേബ്യയിലെ മെക്കയിലാണെന്നും ഇന്ത്യ വിൻസ് ഫ്രീഡം അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണെന്നും ഓർമ്മിച്ച് വെച്ചേക്കുക. മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി ആ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ മൃച്ഛകടികം എന്ന ഒരു കാര്യം ക്ലാസ്സിൽ സംസാരിച്ചു. മൃച്ഛകടികം എന്താണ്? മൃച്ഛകടികം പറയടോ. മലപ്പുറം മൃച്ഛകടികം. തിരുവനന്തപുരം എന്താണ് ഈ മൃച്ഛകടികം? പറയൂ. മൃച്ഛകടികം എന്താണ്? മൃച്ഛകടികം എന്ന് പറയുന്നത് ഒരു കൃതിയുടെ പേരാണ്. ഒരു പുസ്തകം, ഒരു കൃതി, ഒരു സംസ്കൃത നാടകത്തിൻ്റെ പേരാണ് മൃച്ഛകടികം. മൃച്ഛകടികം സംസ്കൃത നാടകമാണ്. ഇതിൻ്റെ അർത്ഥം ദ ലിറ്റിൽ ക്ലേ കാർട്ട് എന്നാണ്. ദ ലിറ്റിൽ ക്ലേ കാർട്ട്. കാർട്ട് വണ്ടി, വണ്ടി, മണ്ണ് വണ്ടി,
എന്ന് നിങ്ങൾക്കിതിനെ പറയാം. മണ്ണ് വണ്ടി എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. അപ്പോൾ മൃച്ഛകടികം എന്ന സംസ്കൃത നാടകം എഴുതിയത് 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നു എന്ന് വിശ്വസിക്കുന്ന ശൂദ്രകനാണ്. ശൂദ്രകനാണ് 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നു എന്ന് വിശ്വസിക്കുന്നു, ഉജ്ജയിനിയിൽ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഉടലെടുത്തു, ഈ ഉജ്ജയിനി എവിടെയാണ് ഇന്ത്യയിൽ? ഉജ്ജയിനി ONVയുടെ ഒരു കൃതിയുമാണ്, കവിതയാണ് ഉജ്ജയിനി. ഉജ്ജയിനി മധ്യപ്രദേശിലാണ്. ഒന്ന്, മൃച്ഛകടികം എന്ന കൃതി ഒരു സംസ്കൃത നാടകമാണ്. ആ സംസ്കൃത നാടകം എഴുതിയത് ശൂദ്രകൻ എന്ന രാജാവ് ഒരു പണ്ഡിതനുമായിരുന്നു ശൂദ്രകൻ. അദ്ദേഹമാണത് എഴുതിയതെന്ന് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. മൃച്ഛകടികം എന്ന വാക്കിൻ്റെ അർത്ഥം ദ ലിറ്റിൽ ക്ലേ കാർട്ട് വണ്ടി, ക്ലേ കളിമണ്ണ് കൊണ്ടുള്ള വണ്ടി എന്നാണെന്ന് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ഇതിലെ കഥാപാത്രമാണ് ചാരുദത്തൻ ഒരു ബ്രാഹ്മണനാണ്, ഒരു പാവം മനുഷ്യനായിരുന്നു ചാരുദത്തൻ. ഈ ചാരുദത്തൻ വസന്തസേന എന്ന പട്ടണത്തിലെ പ്രശസ്തയായ ഗണികയുമായിട്ടുള്ള കഥയാണ് മൃച്ഛകടികത്തിൽ പറയുന്നത്. അപ്പോൾ ചാരുദത്തൻ്റെയും വസന്തസേനയുടെയും കഥയാണ് മൃച്ഛകടികത്തിൽ പറയുന്നത്. ഇതും മനസ്സിലാക്കി വയ്ക്കേണ്ടതുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ കുട്ടികളുടെ സംശയങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ സംസാരിച്ചത്. നിങ്ങൾക്ക് ഇത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് എഴുതണം. നമ്മുടെ ക്ലാസ്സുകൾ കാണുന്നവരുടെ എണ്ണം വളരെ ചുരുങ്ങി വരികയാണ്. പക്ഷേ അതുകൊണ്ടൊന്നും ഞാൻ നിരാശപ്പെട്ടില്ല. അവസാനം അന്തിമ വിജയം നമുക്ക് തന്നെ ആയിരിക്കും. കാരണം മറ്റേതെല്ലാം പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. 4999 രൂപ, 5000 രൂപ, പിന്നെ ലെങ്തി ക്ലാസ്സുകൾ. സിലബസ് അനുസരിച്ച് പഠിപ്പിക്കുകയാണ്. സിലബസ് അനുസരിച്ച് പഠിക്കുന്ന ഒരാളും PSC പരീക്ഷ ജയിക്കില്ല. കാരണം ആ സിലബസ് അത്ര വാസ്റ്റായിട്ടുള്ള സിലബസാണ്. PSC പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കും, നിങ്ങളെ സിലബസ് ഇതുമായിട്ട് എന്താ ബന്ധം? ഒരു ധാരണ ഉള്ളവർക്കാണ് പരീക്ഷ എഴുതി ജയിക്കാൻ പറ്റുന്നത്. പഠിപ്പിക്കുന്ന അധ്യാപകർ ആ സിലബസ് അവരുടെ മനസ്സിൽ വേണം. അല്ലാതെ കോച്ചിങ് സെൻറ്റർ ആ സിലബസിലെ എല്ലാം A to Z പഠിപ്പിക്കാൻ നിന്നാൽ അതുകൊണ്ട് ജയിക്കില്ല. പഠിപ്പിക്കുന്നവർ റെപ്പറ്റീഷൻ നടത്തണം. റെപ്പറ്റീഷൻ ഈസ് ദി മദർ ഓഫ് ടീച്ചിങ്. ഉത്തരങ്ങൾ തിളങ്ങും. ഒരു കാരണവശാലും നെഗറ്റീവ് എഴുതരുത് എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ആഴ്ച നമ്മുടെ പ്രാഥമിക പരീക്ഷയുടെ 4ാം ഘട്ടം നടക്കുകയാണ്. ആ 4ാം ഘട്ടം നടക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് തന്നെ 3ാം ഘട്ടത്തിലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇടാനുണ്ട്. അത് ഞങ്ങൾ ഇവിടെ നിന്ന് ഇടുക തന്നെ ചെയ്യും. അതുകൊണ്ട് നമ്മുടെ ക്ലാസ്സുകൾ കാണുന്നവർ സ്ഥിരമായി കാണുക. നിങ്ങൾ ശക്തിയുള്ള ഒരു ഉദ്യോഗാർത്ഥിയായി തീരും. ആത്യന്തികമായി നിങ്ങൾ ജോലി കൊണ്ടുപോകുമെന്ന് ഉറപ്പ് ഞാൻ തരുന്നു. അതുകൊണ്ട് നമുക്കിവിടെ നിർത്താം. നന്ദി, നമസ്കാരം.